ഗ്രാമത്തിലെ വൈദികൻ റോമിൽ നിന്ന് ഒരു ഗ്രാമഫോൺ കൊണ്ടുവന്നപ്പോൾ ആ അത്ഭുത പെട്ടി കാണാൻ എത്തിയവരുടെ കൂട്ടത്തിൽ കേശവൻ എന്നു പേരുള്ള ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തെ തേടിയെത്തിയത് അദ്ദേഹം സ്വന്തമായി നിർമ്മിച്ച ഒരു ഉൽപ്പന്നത്തെ പ്രശംസിച്ച് ലെനിൻഗ്രാഡിൽ നിന്നും ഒരു റഷ്യൻ പ്രതിനിധിയുടെ കത്താണ്. ജാതി വ്യവസ്ഥയിലൂടെയും ദാരിദ്ര്യത്തിലൂടെയും കടന്നുപോയ ചെറുപ്പകാലം അദ്ദേഹത്തിന് അത്ര രസമായി തീർന്നില്ല. പഠനം പൂർത്തീകരിച്ച് ഒരു അധ്യാപകനായി 10ലധികം വിദ്യാലയങ്ങളിൽ ജോലി ചെയ്തു. പലചരക്ക് വ്യാപാരം, കൊപ്ര വ്യാപാരം, ആധാരമെഴുത്ത് എന്നിങ്ങനെ പല മേഖലകളിലും പയറ്റി നോക്കിയെങ്കിലും അതൊന്നും വിജയം കണ്ടില്ല. ഇതെല്ലാം കാരണമുണ്ടായ കടങ്ങൾ വീട്ടുവാൻ വീടും വസ്തുവും വിൽക്കേണ്ടതായി വന്നു. അങ്ങനെ ഇരിക്കെ നരസിംഹസ്വാമികൾ എന്നൊരാളുടെ ഉപദേശപ്രകാരം തൃശൂരിലുള്ള വൈദ്യനായ രാമാനന്ദ സ്വാമികളുടെ അടുത്ത് വൈദ്യം അഭ്യസിക്കുവാനായി ചേർന്നു. അങ്ങനെ കേശവൻ വൈദ്യനായി. അന്ന് കാലത്ത് ത്വക്ക് രോഗങ്ങൾക്കും ശരീര ശുചിത്വം പാലിക്കുന്നതിനുമായി വിപണിയിൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ ചെറുപ്പം മുതലേ കച്ചവടത്തോട് കമ്പമുണ്ടായിരുന്ന കേശവൻ വൈദ്യർ സോപ്പ് നിർമ്മാണം ആരംഭിക്കുവാൻ തീരുമാനിച്ചു. പിന്നീട് തൃശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയിൽ ഒരു വൈദ്യശാലയും ഒപ്പം സോപ്പ് നിർമ്മാണവും ആരംഭിച്ചു. ആൻഡ് ദാറ്റ് വാസ് ദ ബിഗിനിങ് ഓഫ് ദ വേൾഡ്സ് ഫസ്റ്റ് ആയുർവേദിക് സോപ്പ് ചന്ദ്രിക. ഇരിഞ്ഞാലക്കുട ആ കാലഘട്ടത്തിൽ അത്ര വികസിതമല്ലാത്തൊരു പ്രദേശമായിരുന്നു. അവിടെ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ആരംഭിച്ച് മാർക്കറ്റിംഗിനെ പറ്റി അധികം ഒന്നും ധാരണയില്ലാത്ത കേശവൻ വൈദ്യർ എങ്ങനെയാണ് ചന്ദ്രികയെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് എത്തിക്കുകയും കേരള സോപ്പ് ഇൻഡസ്ട്രിയിൽ ഏകദേശം 8% ഷെയർ കരസ്ഥമാക്കി ഇന്ത്യൻ മാർക്കറ്റിൽ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്ത് കോടികൾ ടേൺ ഓവർ നേടുന്ന ബെസ്റ്റ് ആയുർവേദിക് സോപ്പ് ബ്രാൻഡായി 55 രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന അത്ര എളുപ്പമൊന്നും ആർക്കും തകർത്ത് കളയാൻ പറ്റാത്ത നല്ല ഗുഡ് വില്ലും ട്രേഡ് മാർക്കുമുള്ള ഒരു സക്സസ്ഫുൾ ബ്രാൻഡാക്കി മാറ്റിയത്. ഇരിഞ്ഞാലക്കുടയിൽ നിന്നും ലോകത്തിന്റെ നെറുകയിലെത്തിയ ചന്ദ്രിക എന്ന സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കിയ കേശവൻ വൈദ്യരുടെ ഡയറി കുറിപ്പുകൾ തുറക്കുകയാണ് ഇന്നത്തെ മോർച്ചസ് ഡയറിയുടെ എപ്പിസോഡ്. The tale of a dreamer and a doer. ഇരിങ്ങാലക്കുടയുടെ മണ്ണിൽ കേശവൻ വൈദ്യർ പടുത്തുയർത്തിയത് ചന്ദ്രിക എന്നൊരു ബ്രാൻഡ് മാത്രമല്ല, മാനവികതയും സാമൂഹിക ബോധവും കൂടിയാണ്. ഇരിങ്ങാലക്കുടയിൽ കാണുന്ന SN സ്കൂൾ, ലാൽ മെമ്മോറിയൽ ഹോസ്പിറ്റൽ, ലൈബ്രറി എന്നിവയെല്ലാം അദ്ദേഹത്തിന്റെ ദുരനുഭവങ്ങളിൽ നിന്നുണ്ടായ തീക്കനലിന്റെ പ്രതിഫലനങ്ങളാണ്. ഇതുപോലെ ചന്ദ്രികയ്ക്കും പറയാനുണ്ട് ഒരുപാട് നിരാശയുടെയും വിജയത്തിന്റെയും ചരിത്രം. 1940കളിൽ ഇന്ത്യൻ കോളനിവൽക്കരണത്തിന്റെ ഭാഗമായി ഇന്ത്യൻ മാർക്കറ്റ് അടക്കി വാണിരുന്നത് വിദേശ സിന്തറ്റിക് സോപ്പ് ബ്രാൻഡുകളാണ്. പുറത്തുനിന്ന് ഇറക്കുമതി ചെയ്ത ഇത്തരം സോപ്പ് ബ്രാൻഡുകൾ ജനങ്ങളുടെ ഇടയിൽ അധികം ഇടം പിടിച്ചില്ല. അതിന്റെ വിലയും ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനത്തിന്റെ വിജയവുമാണ് അതിന് കാരണമായത്. ഇത്തരം ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയിരുന്ന ഇന്ത്യൻ വിപണിയിൽ കേശവൻ വൈദ്യർ ലക്ഷ്യം വെച്ചത് ജനങ്ങളിലേക്ക് പേഴ്സണൽ ക്ലെൻസർ എന്ന ആശയം ആയുർവേദം എന്ന ഇന്ത്യൻ സംസ്കാരത്തോട് ചേർത്ത് വിപണിയിൽ ഇറക്കുന്നതാണ്. ചന്ദ്രിക ഇന്ത്യൻ വിപണിയിൽ എത്തുന്നത് സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന കാലത്താണ്. തുച്ഛമായ വിലയിൽ സ്വദേശ നിർമ്മിതമായ ഒരു സോപ്പ്. സ്വദേശി ഉൽപ്പന്നമായതുകൊണ്ട് തന്നെ ചന്ദ്രികയോടുള്ള ജനങ്ങളുടെ ഇഷ്ടം അത്ര ചെറുതൊന്നുമല്ല. എന്നിരുന്നാലും കാലത്തിനു മുന്നേ സഞ്ചരിച്ച അതിന്റെ ആശയം പച്ചക്കൊടി കാണാൻ കുറച്ചു കാലം എടുക്കേണ്ടി വന്നു. ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ പണ്ടേ പരിചിതനായ കേശവൻ വൈദ്യർക്ക് ചന്ദ്രികയും അതിന്റെ ആദ്യ നാളുകളും കാത്തുവെച്ചത് ഒട്ടേറെ വെല്ലുവിളികളാണ്. സ്വന്തമായി റീറ്റെയിൽ ഷോപ്പുകളിലേക്ക് തന്റെ സോപ്പ് എത്തിച്ചുകൊണ്ട് അദ്ദേഹം തൃശൂരിലെ ചെറു വിപണിയിലേക്ക് ചന്ദ്രികയെ പരിചയപ്പെടുത്തി. പലപ്പോഴും പരിഹാസങ്ങളും ഒഴിവാക്കലുകളുമാണ് അദ്ദേഹത്തിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. 1965 സോവിയറ്റ് യുവജന പ്രതിനിധി സംഘം തൃശൂർ മാതാ തിയേറ്ററിൽ വെച്ച് നടത്തിയ സ്വീകരണത്തിൽ ഓരോ അംഗങ്ങൾക്കും ഓരോ സാമ്പിൾ പാക്കറ്റ് ചന്ദ്രിക സോപ്പ് വീതം കേശവൻ വൈദ്യർ സമ്മാനമായി കൊടുക്കുകയുണ്ടായി. ആ സംഘത്തിലെ ഒരു അംഗം സ്വദേശമായ ലെനിൻഗ്രാഡിൽ നിന്നും പിന്നീട് കേരളത്തിലെ ഒരു സുഹൃത്തിന് ഇങ്ങനെ എഴുതി: കേരള സന്ദർശനത്തിന്റെ ഓർമ്മ മനസ്സിൽ സന്തോഷത്തിന്റെ അലകൾ സൃഷ്ടിക്കുന്നു. അത് മായാതെ മനസ്സിൽ എത്തുന്നു. എന്നാൽ നിങ്ങൾ തന്ന ചന്ദ്രിക സോപ്പ് ഉപയോഗിച്ചതിനു ശേഷം വലിയൊരു നഷ്ടബോധം ഹൃദയത്തിൽ സ്ഥാനം പിടിച്ചു.
1978 മൈക്കിൾ ബേക്കൽ എന്നൊരു ഇന്ത്യൻ സ്വദേശി ചന്ദ്രിക മാനുഫാക്ചറിംഗ് യൂണിറ്റിലേക്ക് ഒരു കത്തും 100 രൂപയ്ക്കുള്ള ഒരു ചെക്കും അയച്ചു കൊടുത്തു. 100 രൂപയ്ക്ക് തുല്യമായ കണക്കിൽ ചന്ദ്രിക സോപ്പ് അയച്ചു കൊടുക്കണമെന്ന് അദ്ദേഹം ആ കത്തിൽ എഴുതി. ഇങ്ങനെ വിദേശ കയറ്റുമതി തുടങ്ങിയതിനു ശേഷം വിദേശ രാജ്യങ്ങളിലും ചന്ദ്രികയുടെ പ്രശസ്തി വർദ്ധിക്കാൻ തുടങ്ങി. നമ്മുടെ നാട്ടിലെ ഒരു കുടിൽ വ്യവസായം അതിന്റെ മഹത്തായ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ഇന്ത്യയിലും വിദേശത്തും ഒരു തരംഗമായി മാറി. അങ്ങനെ ചന്ദ്രിക സോപ്പിന് ഒരു പാരന്റ് കമ്പനി ഉണ്ടാവുന്നു, എസ് വി പ്രൊഡക്ട്സ്. കേശവൻ വൈദ്യർ മേൽനോട്ടം വഹിച്ച എസ് വി പ്രൊഡക്ട്സിന് ചന്ദ്രിക സോപ്പ് കൂടാതെ സിദ്ധ ഷാമ്പു അടക്കമുള്ള അനവധി ആയുർവേദിക് ഉൽപ്പന്നങ്ങൾ സ്വന്തമായി ഉണ്ട്. 1950-കളിൽ കേശവൻ വൈദ്യരുടെ മൂത്ത മകനായ CK മണിലാലിന് എറണാകുളം മുതൽ കന്യാകുമാരി വരെയും തമിഴ്നാടിന്റെ മധുര അടക്കമുള്ള ഭാഗങ്ങൾ വിഭജിച്ചു കൊടുക്കുകയും ആ പ്രദേശങ്ങളിലെ നിർമ്മാണവും വിതരണവും ഏൽപ്പിക്കുകയും ചെയ്തു. മകനെ ഈ പ്രദേശങ്ങൾ ഏൽപ്പിക്കുമ്പോൾ കേശവൻ വൈദ്യർക്ക് ഒരു നിബന്ധന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചന്ദ്രിക അതിന്റെ നിലകൊള്ളുന്ന ഡിസൈൻ, ഉപയോഗിക്കുന്ന ചേരുവകൾ ഇവയിലൊന്നും മാറ്റം വരുത്താതെ എറണാകുളത്ത് ഒരു ഫാക്ടറി തുടങ്ങുക. ഇരിഞ്ഞാലക്കുട യൂണിറ്റിലെ അതേ രീതിയിലുള്ള ഉൽപാദന പ്രക്രിയ പിന്തുടരുന്നു. കുടിൽ വ്യവസായം പരമാവധി ആധുനിക സൗകര്യങ്ങളോടെ ചെയ്യുവാൻ എറണാകുളത്ത് ലാൽ പ്രൊഡക്ട്സ് എന്ന ഫാക്ടറി ആരംഭിച്ചു. രണ്ടാമത്തെ മകനായ CK രവി, പെൺമക്കളായ CK നളിനി, CK ലീല എന്നിവരും ഷെയർ ഹോൾഡേഴ്സായി കോയമ്പത്തൂരിൽ ചന്ദ്രിക പ്രോഡക്ട്സ് എന്ന മാനുഫാക്ചറിംഗ് യൂണിറ്റ് വിഭജിച്ച് ഏറ്റവും 1969 രജിസ്റ്റർ ചെയ്ത ഉടമ്പടി പ്രകാരം SV പ്രൊഡക്ട്സ്, ലാൽ പ്രൊഡക്ട്സ്, ചന്ദ്രിക പ്രൊഡക്ട്സ് എന്നീ 3 സ്ഥാപനങ്ങളും ഒരുമിച്ച് പരസ്യധാരണയിലൂടെ പ്രവർത്തനം ആരംഭിച്ചു. 2003 ചന്ദ്രികയുടെ വിതരണം 30 വർഷത്തേക്ക് സോഫ്റ്റ്വെയർ കമ്പനിയായ വിപ്രോ ലീസിനേറ്റു. ചന്ദ്രികയുടെ പരസ്യം, വിപണനം, കസ്റ്റമർ സർവീസ്, മറ്റു ബ്രാൻഡിംഗ് ഇപ്പോൾ വിപ്രോയുടെ മേൽനോട്ടത്തിലാണ്. വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന SV പ്രൊഡക്ട്സ് ഇപ്പോഴും ഇരിഞ്ഞാലക്കുട മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിന്നാണ് പോകുന്നത്. ചന്ദ്രികയെ വളർത്തുന്നതിൽ അതിന്റെ തന്ത്രപരമായ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഒരു വലിയ ഘടകമാണ്. ബീയിങ് പൊസിഷൻഡ് ആസ് എ ആയുർവേദിക് സോപ്പ്, കേരള സോപ്പ് ഇൻഡസ്ട്രിയിൽ 8% ഭാഗം ചന്ദ്രിക ഇന്നും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ പ്രധാന കാരണം അതിന്റെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ്. ചന്ദ്രിക ഉപയോഗിച്ച ഒരു പ്രധാന സ്ട്രാറ്റജി അവരുടെ ഇൻഗ്രീഡിയൻറ്റ് ഫോക്കസ് മെസ്സേജിംഗ് ആണ്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും അവരെ ഒരുപോലെ ഹിറ്റാക്കാൻ സഹായിച്ചത് അവരുടെ ഇൻഗ്രീഡിയൻസും അതുപോലെ തന്നെ ആയുർവേദത്തിലുമുള്ള ഉപഭോക്താക്കളുടെ വിശ്വാസമാണ്. വെളിച്ചെണ്ണ, ജിഞ്ചർ എക്സ്ട്രാക്ട്, പച്ചോളി ഓയിൽ, സിനമൺ ലീഫ് ഓയിൽ, ലെമൺ, പാൽമറോസ ഓയിൽ, സാൻഡൽ പെർഫ്യൂം തുടങ്ങിയ ചേരുവകൾ എടുത്തു കാണിച്ച് ഉപഭോക്താക്കളുടെ ഉള്ളിൽ ഒരു ഹോംലി ഫീൽ ഉണ്ടാക്കാൻ ചന്ദ്രികയ്ക്ക് കഴിഞ്ഞു. ഇത്തരം പ്രകൃതിദത്ത ചേരുവകൾ കൊണ്ടുണ്ടാക്കുന്ന ഈ സോപ്പ് ചർമ്മത്തിന് ഗുണം മാത്രമേ ചെയ്യുന്ന വിശ്വാസം ആരും പെട്ടെന്ന് തകർക്കാൻ കഴിയാത്ത ഗുഡ്വിൽ ചന്ദ്രികയ്ക്ക് നേടിക്കൊടുക്കുന്നു. കസ്റ്റമേഴ്സിനെ ബ്രാൻഡിനൊപ്പം ചേർത്ത് നിർത്തുക എന്നതാണ് ഒരു മാർക്കറ്റിംഗിന്റെ വിജയം. ഇറ്റ്സ് അബൌട്ട് എംബ്രേസിംഗ് ഹൂ യു ആർ എന്ന ചന്ദ്രികയുടെ ടാഗ് ലൈനിലൂടെ തന്നെ ചന്ദ്രിക കസ്റ്റമേഴ്സിന്റെ ആത്മവിശ്വാസത്തിന് നൽകുന്ന ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാം. കേരളത്തിൽ നിന്ന് ആരംഭിച്ച ഈ സോപ്പ് ബ്രാൻഡ് കേരളത്തിന്റെ പൈതൃകത്തെ ഉയർത്തിപ്പിടിക്കുന്ന ഒന്ന് തന്നെയാണ്. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് ചന്ദ്രിക സോപ്പുമായി ഒരു ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യാൻ മാർക്കറ്റിംഗിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളികൾ ഏറ്റവും അധികം വസിക്കുന്ന UAE ഉൾപ്പെടെ 55 വിദേശ രാജ്യങ്ങളിലേക്കാണ് ചന്ദ്രിക കയറ്റുമതി ചെയ്യപ്പെടുന്നത്. ചന്ദ്രിക ഇത്രത്തോളം കസ്റ്റമേഴ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കാരണമായ അതിന്റെ പരസ്യതന്ത്രങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യകാലങ്ങളിൽ വാമൊഴിയായി പോലും പ്രചരിപ്പിച്ചിരുന്ന ഈ സോപ്പ് കാലം മാറുന്നതോടൊപ്പം അതിന്റെ അഡ്വർടൈസ്മെന്റ് സ്ട്രാറ്റജികളിലും മാറ്റങ്ങൾ വരുന്നു. 1950-60 കേരളത്തിൽ മാസ് മാർക്കറ്റിംഗ് സാധ്യതകൾ വളരെ കുറവായിരുന്ന ഒരു സമയത്ത് പോലും വള്ളംകളി, ഉത്സവങ്ങൾ തുടങ്ങിയ ആഘോഷങ്ങളിൽ പരസ്യ ബോർഡുകൾ ഉപയോഗിച്ച് വിപണനം ചെയ്യാൻ ചന്ദ്രികയ്ക്ക് സാധിച്ചു. പിന്നീട് 1970-90 കാലഘട്ടങ്ങളിൽ പത്രമാധ്യമങ്ങളിലൂടെയും ടെലിവിഷൻ പരസ്യങ്ങളിലൂടെയും വിപണനം ശക്തിപ്പെടുത്തി. 2015 മലയാള ചലച്ചിത്ര താരം അമല പോളും 2024 ദക്ഷിണേന്ത്യൻ നടി കീർത്തി സുരേഷും ചന്ദ്രികയുടെ ബ്രാൻഡ് അംബാസിഡർമാരായി എത്തി. ആദ്യകാലങ്ങളിൽ ഫാമിലി ഓറിയന്റഡ് പരസ്യങ്ങളിൽ നിന്നും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്നർ ഗ്ലോയും കോൺഫിഡൻസും ഉയർത്തിപ്പിടിക്കുന്ന പരസ്യങ്ങളിലേക്കുള്ള കാലാനുസൃതമായ മാറ്റം ആളുകളുടെ ശ്രദ്ധ നേടാൻ ചന്ദ്രികയെ സഹായിച്ചു. പരസ്യങ്ങളോടൊപ്പം തന്നെ വിവിധ തര ക്യാമ്പയിനുകളിലൂടെ കൺസ്യൂമേഴ്സിന്റെ ഇടയിലേക്ക് ചന്ദ്രിക ഇറങ്ങിച്ചെന്നു. 2020 ബി ആയുർവേദിക് പ്രൊട്ടക്റ്റഡ് എന്ന ക്യാമ്പയിനിലൂടെ ചർമ്മത്തിന്റെ ആരോഗ്യത്തെയും ശാരീരിക ആരോഗ്യത്തെയുമാണ് ശ്രദ്ധയിൽപ്പെടുത്തിയത്. എന്നാൽ ഏറ്റവും പുതിയ ക്യാമ്പയിനായ ഓൺ ദ കോൺഫിഡൻസ് ടു ഗ്ലോ ലൈക്ക് യു എന്ന ക്യാമ്പയിനിൽ ആത്മവിശ്വാസത്തെയാണ് മുൻപന്തിയിൽ എത്തിക്കുന്നത്.
ഈ ക്യാമ്പയിനിലൂടെ വിപ്രോ നയിക്കുന്ന ചന്ദ്രികയുടെ എല്ലാ പുതിയ പ്രൊപ്പോസിഷൻസിനെയും പ്രോമിസസിനെയും അഷ്വർ ചെയ്യുന്നുണ്ട്. ചന്ദ്രികയുടെ വിജയത്തിൽ അതിന്റെ അഫോർഡബിലിറ്റി ഒരു പ്രധാന ഘടകം തന്നെയാണ്. ചെലവ് കുറഞ്ഞ എങ്കിലും ഗുണമേന്മയുള്ള ഒരു ആയുർവേദിക് സോപ്പ് എന്ന നിലയിൽ അത് വിപണിയിൽ സ്ഥാനം പിടിച്ചിരുന്നു. മറ്റ് ആഡംബര സോപ്പുകളേക്കാൾ കുറഞ്ഞ വിലയിൽ ചന്ദ്രിക ലഭ്യമായതുകൊണ്ടാണ് സാധാരണ കസ്റ്റമേഴ്സ് ചന്ദ്രികയെ ഒരേ സമയത്ത് ഉപയോഗിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഏതൊരു ബ്രാൻഡും വളരുക എന്ന് മനസ്സിലാക്കിയ കേശവൻ വൈദ്യരുടെ അടുത്ത മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്നത് ഡീസെൻട്രലൈസേഷൻ. ചന്ദ്രികയെ വ്യക്തിവൽക്കരിച്ച് നിർത്തുന്നതിന് പകരം തന്റെ മക്കൾക്ക് അത് വിഭജിച്ചു നൽകി. ഓരോരുത്തരും അവർക്ക് കിട്ടിയ ലൊക്കേഷനിൽ ചന്ദ്രികയുടെ വളർച്ചയ്ക്കായി പ്രവർത്തിച്ചത് കൊണ്ട് തന്നെ സൗത്ത് ഇന്ത്യയിലെ തന്നെ പ്രശസ്ത ബ്രാൻഡായി ചന്ദ്രിക മാറി. പ്രകൃതിദത്തമായ ചേരുവകൾ കൊണ്ട് ആധുനിക സ്കിൻ കെയർ ആവശ്യങ്ങൾ കൊണ്ട് കസ്റ്റമേഴ്സിനിടയിൽ ചന്ദ്രിക നേടിയെടുത്ത വിശ്വാസം തന്നെയാണ് അവരുടെ വിജയം. ആയുർവേദം എന്നത് ഒരു ചികിത്സാ രീതിക്കപ്പുറം പേഴ്സണൽ ക്ലിൻസർ എന്ന ആശയത്തോടെ വിദേശ സിന്തറ്റിക് ബ്രാൻഡുകളുടെ പുറകെ പോയിരുന്ന ജനങ്ങളിലേക്ക് സ്വന്തം നാടിന്റെ പൈതൃകവും സംസ്കാരവും എത്തിക്കാൻ ചന്ദ്രികയ്ക്ക് കഴിഞ്ഞു. ഇതേപോലെ ആശയങ്ങൾ വ്യക്തമായി മുന്നോട്ട് വച്ചുകൊണ്ട് തന്നെയാണ് ചന്ദ്രിക ലക്ഷ്യത്തിലേക്ക് മുന്നേറിയത്. വമ്പൻ പരസ്യങ്ങളെ മാത്രം ആശ്രയിക്കുന്നതിന് പകരം ഡോക്ടർമാരിൽ നിന്നും വിശ്വസിതമായ ഉപഭോക്താക്കളിൽ നിന്നുമുള്ള റെക്കമെൻഡേഷൻസിലൂടെ ശുപാർശകളിലൂടെ ചന്ദ്രിക വിശ്വാസമാണ്. ഇന്ത്യൻ സമരകാലം മുതലുള്ള ബാഹുരി പ്രചരണങ്ങൾ ചന്ദ്രികയെ ലോകമറിയുന്ന ബ്രാൻഡാക്കി മാറ്റി. ഒരു ബ്രാൻഡിന്റെ വിജയത്തിൽ അഡാപ്റ്റബിലിറ്റിക്കും വലിയ പങ്ക്. കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് ആയുർവേദം എന്ന ആശയത്തെ മുൻനിർത്തി ചന്ദ്രിക വളർന്നു. ചന്ദ്രികയുടെ ലക്ഷ്യങ്ങളും സ്വപ്നങ്ങളും ഇവിടെ അവസാനിക്കുന്നു. അത് ഒരു യാത്രയാണ്. പരാജയങ്ങളും ഉയർച്ചകളും ഏറ്റുപറഞ്ഞുകൊണ്ട് പുതിയ തുടക്കത്തിലേക്ക് നീങ്ങുന്ന ഒരു കഥ. സ്വപ്നങ്ങൾ കണ്ടവരുടെയും യാഥാർത്ഥ്യമാക്കിയവരുടെയും അറിയപ്പെടാത്ത ഏടുകളുമായി മറ്റൊരു മെർച്ചന്റ്സ് ഡയറി വീണ്ടും കാണാം.